വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം. അഞ്ചാമത്തെ ദൂതൻ കാഹളം ഊതി. അപ്പോൾ ആകാശത്തുനിന്ന് ഒരു നക്ഷത്രം ഭൂമിയിൽ വീണുകിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധഗർത്തത്തിന്റെ താക്കോൽ കൊടുത്തു. അവൻ അഗാധഗർത്തം തുറന്നപ്പോൾ വലിയ തീച്ചൂളയിലെ പുക പോലെ അതിൽ നിന്നും പുക പൊങ്ങി. ആ പുക കൊണ്ട് സൂര്യനും അന്തരീക്ഷവും ഇരുണ്ടുപോയി. പുകയിൽ നിന്നും വെട്ടുക്കിളികൾ ഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവയ്ക്ക് ഭൂമിയിലെ തേളുകൾക്കുള്ള ശക്തി ലഭിച്ചു. ദൈവത്തിന്റെ മുദ്ര നെറ്റിയിൽ വഹിച്ചിട്ടില്ലാത്തവർക്കൊഴികെ ആർക്കും ഭൂമിയിലെ പുല്ലിനോ സസ്യത്തിനോ വൃക്ഷത്തിനോ യാതൊന്നിനും കേടുവരുത്തരുതെന്ന് അവയോട് കൽപ്പിച്ചിരുന്നു. അവരെ 5 മാസത്തേക്ക് പീഡിപ്പിക്കുവാനല്ലാതെ കൊല്ലുവാനുള്ള അധികാരം അവയ്ക്ക് കൊടുത്തിരുന്നില്ല. അവ ഏൽപ്പിച്ച വേദന മനുഷ്യനെ തേൾ കുത്തുമ്പോഴത്തേതുപോലെ ആയിരുന്നു. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, എന്നാൽ അവർ കണ്ടെത്തുകയില്ല. അവർ മരിക്കാൻ കൊതിക്കും, എന്നാൽ മരണം അവരെ വിട്ട് ഓടിപ്പോകും. കുതിരകളുടേതിനു തുല്യം. അവയുടെ തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെയും മുഖം മനുഷ്യമുഖം പോലെയും ആയിരുന്നു. അവയുടെ മുടി സ്ത്രീകളുടെ മുടി പോലെയും പല്ലുകൾ സിംഹത്തിൻ്റേതുപോലെയുമായിരുന്നു. ഇരുമ്പ് കവചത്തിനു തുല്യമായ കവചം അവ ധരിച്ചിരുന്നു. അവയുടെ ചിറകുകളുടെ ശബ്ദം യുദ്ധത്തിനു പാഞ്ഞു ചെല്ലുന്ന അനവധി രഥങ്ങളുടെയും കുതിരകളുടെയും ശബ്ദത്തിനു തുല്യമായിരുന്നു. തേളുകൾക്കുള്ളതുപോലെ അവയ്ക്ക് വാലും വിഷമുള്ളും ഉണ്ട്. മനുഷ്യരെ 5 മാസത്തേക്ക് പീഡിപ്പിക്കുവാനുള്ള ശക്തി അവയുടെ വാലിനുണ്ട്. അഗാധഗർത്തത്തിന്റെ ദൂതൻ അവയുടെ രാജാവായിരുന്നു. അവന്റെ പേര് എബ്രായർ ഭാഷയിൽ അബ്ദോൻ എന്നും ഗ്രീക്ക് ഭാഷയിൽ അപ്പൊല്യോൻ എന്നുമാണ്. 1-ാമത്തെ കഷ്ടം കഴിഞ്ഞു, 2 കഷ്ടം ഇതാ ഇനിയും വരുന്നു. 6-ാമത്തെ ദൂതൻ കാഹളം ഊതി. അപ്പോൾ ദൈവസന്നിധിയിലുള്ള സ്വർണ്ണയാഗപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. കാഹളം വഹിച്ചിരുന്ന 6-ാമത്തെ ദൂതനോട്, യൂഫ്രാട്ടീസ് മഹാനദിയുടെ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുക എന്ന് ആ ശബ്ദം പറഞ്ഞു. മനുഷ്യരിൽ 1/3 ഭാഗത്തെ കൊന്നുകളയുവാൻ ഇതേ വർഷം ഇതേ മാസം ഇതേ ദിവസം ഇതേ മണിക്കൂറിലേക്ക് ഒരുക്കി നിർത്തിയിരുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. അശ്വരൂഢരായ സൈനികരുടെ എണ്ണം 10,000-ന്റെ 20,000 മടങ്ങ് എന്ന് അവരുടെ സംഖ്യ ഞാൻ കേട്ടു. ഞാൻ ദർശനത്തിൽ കണ്ട കുതിരകളും അതിന്മേലിരുന്നവരും ഇപ്രകാരമായിരുന്നു. കുതിരപ്പുറത്തിരുന്നവർക്ക് തീനിറവും രക്തനീലവും ഗന്ധകവർണ്ണവുമായ കവചമുണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെ. അവയുടെ വായിൽ നിന്നും തീയും പുകയും ഗന്ധവും പുറപ്പെടുന്നു. അവയുടെ വായിൽ നിന്നും വമിച്ച തീ, പുക, ഗന്ധക എന്നീ 3 ബാധകളാൽ മനുഷ്യരിൽ 1/3 കൊല്ലപ്പെട്ടു. കുതിരകളുടെ ശക്തി അവയുടെ വായിലും വാലിലുമായിരുന്നു. വാലാകട്ടെ സർപ്പം പോലെ തലയുള്ളതുമായിരുന്നു. അതുപയോഗിച്ചാണ് അവ മുറിവേൽപ്പിച്ചിരുന്നത്. ഈ ബാധകളാൽ കൊല്ലപ്പെടാതെ ശേഷിച്ച മനുഷ്യർ ഭൂതങ്ങളെയും കാണാനോ കേൾക്കാനോ നടക്കാനോ കഴിവില്ലാത്തതും പൊന്ന്, വെള്ളി, ഓട്, കല്ല്, തടി എന്നിവ കൊണ്ടുള്ളതുമായ വിഗ്രഹങ്ങളെയും ആരാധിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൊലപാതകം, മന്ത്രവാദം, ദുർനടപ്പ്, മോഷണം എന്നിവയെപ്പറ്റി അനുതപിച്ചതുമില്ല.